നമസ്കാരം. അയോധ്യയിൽ ബാബറി മസ്ജിദ് നിലകൊണ്ട സ്ഥലത്ത് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ CPMൻ്റെ നേതാവായിട്ടുള്ള M സ്വരാജ് എഴുതിയ ഒരു കുറിപ്പ് അത് ശ്രദ്ധേയമാവുകയാണ്. വിശ്വാസികളുടെ ശ്രീരാമൻ അപഹരിക്കപ്പെട്ടു. രാഷ്ട്രപിതാവിൻ്റെ പ്രാണനെടുത്ത ഗോഡ്സെ രാമനെയും അപഹരിച്ചുവെന്നും സ്വരാജ് ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. ആ കുറിപ്പ് ശ്രദ്ധേയമാവുന്നത് ഇതുകൊണ്ടാണ്. അതായത് അയോധ്യയിൽ ബാബറി മസ്ജിദ് നിലകൊണ്ട സ്ഥലത്ത് ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന് നടക്കുകയാണല്ലോ. ആ ചടങ്ങ് നടക്കുമ്പോൾ ആ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം BJPയുടെ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുകയാണ് എന്ന് ഈ CPM പറയുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നിരയായിട്ടുള്ള ഇന്ത്യ മുന്നണി ഉൾപ്പെടെ വിവിധ കക്ഷികൾ ഒന്നടങ്കം ആ ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്യുകയാണ്. സർക്കാർ പരിപാടിയാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനങ്ങളിലൊക്കെ അവധി നൽകുകയും ചെയ്തിരിക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. ഈ നീക്കവും പൊതുവിമർശനത്തിനിടയാക്കി അത്തരത്തിലുള്ള വലിയ വിമർശനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മതേതര കക്ഷികൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ സ്വരാജ് എഴുതിയിരിക്കുന്ന ആ കുറിപ്പ് എന്ന് പറയപ്പെടുന്നത് അപഹരിക്കപ്പെട്ട ദൈവം, വിശ്വാസികളുടെ ശ്രീരാമൻ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രപിതാവിൻ്റെ പ്രാണനെടുത്ത ഗോഡ്സെ രാമനെയും അപഹരിച്ചിരിക്കുന്നു. ഇന്നലെ ദൈവമായിരുന്ന ശ്രീരാമനെ അവർ ഇന്നൊരു തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം മാത്രമാക്കി മാറ്റുന്നു. ഇങ്ങനെയാണ് സ്വരാജ് കുറിച്ചു വെക്കുന്നത്. സ്വരാജിൻ്റെ ഈ വാദത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ മറ്റു ചില വാദഗതികൾ കൂടിയുണ്ട്. അത് നമുക്ക് നോക്കാം. അതായത് സ്വരാജ് പറഞ്ഞു വെക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഒപ്പം T. പത്മനാഭൻ വിമർശനവുമായി എത്തിയിരിക്കുന്നു. എന്തെന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് ശ്രീരാമൻ്റെ പേരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ വാചകം അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശ്രീരാമൻ്റെ പേര് വിൽപ്പന ചരക്ക് ആക്കി മാറ്റുന്നു. ജയ് ശ്രീറാം വിളിച്ചില്ലെങ്കിൽ കൊല്ലുന്ന നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് T. പത്മനാഭൻ. ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും വാതുറക്കാതിരുന്ന സാംസ്കാരിക നായകൻ്റെ വാകൾ തുറന്നു തുടങ്ങുന്നു. രാഷ്ട്രീയക്കാരന്മാരിൽ അന്തംഗമ്മികൾ ഇതിനെതിരെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതുമാണ്. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷ സംഘടനകളുടെ മുന്നണികൾ അടക്കം, ആ മുന്നണിക്കുള്ളിലെ പാർട്ടികൾ അടക്കമുള്ളവർ ആരും തന്നെ പങ്കെടുക്കാതെ പ്രതിഷേധിച്ച് മാറി നിൽക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്നത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് എന്നുള്ളത്. ആയിക്കോട്ടെ, ഈ പ്രതിപക്ഷങ്ങളുടെ ഒന്നും പിന്തുണയില്ലെങ്കിൽ കൂടിയും ഞാൻ ഒരു വാർത്ത മുൻപ് ചെയ്തിട്ടുള്ളതുപോലെ ബാലിയെ മുൻനിർത്തി ഒരിക്കലും ഒരു യുദ്ധം ജയിക്കുവാൻ ശ്രമിച്ചവനല്ല ശ്രീരാമൻ. പകരം ആഞ്ജനേയനെയും സുഗ്രീവനെയും കൂട്ടുപിടിച്ചാണ് യുദ്ധം ജയിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ പ്രതിഷേധിച്ചാലോ ആ പ്രതിപക്ഷം കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്കത് പറയുകയും ചെയ്യാം. അന്തംഗമ്മികൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ സ്വരാജ് പറയുന്ന വാദമുണ്ടല്ലോ, രാമനെ മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള വാദം, അതാർക്കും ചിലപ്പോൾ മനസ്സിലാകില്ല എന്നുകൂടി പറയട്ടെ. ഒരേ ഒരു രാമനേ ഉള്ളൂ ശ്രീ M. സ്വരാജ്, താങ്കൾ അത് മനസ്സിലാക്കുക. രാമൻ ഒരെണ്ണേ ഉള്ളൂ, ഒരൊറ്റ രാമൻ. ആ രാമൻ്റെ പ്രതിഷ്ഠാ ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠയായി ഇന്ന് നടന്നിരിക്കുന്നത്. ആ രാമൻ വിശ്വാസികളുടെ രാമൻ തന്നെയാണ്. ഏതൊരു വിശ്വാസിക്കും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രാമൻ. ആ രാമൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്യനായിരിക്കാം, പക്ഷേ ആ രാമനെപ്പോലും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന ഒട്ടനവധിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മറന്നു പോകരുത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ രാമൻ എന്ന് പറയപ്പെടുന്ന വിശ്വാസികൾക്കൊരു രാമൻ, ഗോഡ്സെക്കൊരു രാമൻ, ഗോഡ്സെയുടെ രാമനെക്കുറിച്ചും ഗാന്ധിജിയുടെ രാമനെക്കുറിച്ചുമൊക്കെ പലവട്ടം പല ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. VD സതീശനടക്കം അത്തരത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. രാമനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഗാന്ധിജിയുടെ രാമനെക്കുറിച്ച് പറയുകയും BJPയുടെ രാമനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രാമൻ ഒന്നേ ഉള്ളൂ എന്ന് ആദ്യം VD സതീശനും M. സ്വരാജും അടക്കമുള്ളവർ മനസ്സിലാക്കുക. മറ്റൊന്നിപ്പോൾ പറയാൻ കഴിയുന്നത് T. പത്മനാഭൻ്റെ വാക്കുകളാണ്. T. പത്മനാഭൻ പറയുന്നത് ശ്രീരാമനാണ് ഇന്ന് ഏറ്റവും നല്ല വിൽപ്പന ചരക്ക് എന്നാണ്. മാത്രമല്ല, ജയ് ശ്രീറാം വിളിക്കാൻ മടിച്ചാൽ അവരെ കൊല്ലുന്ന ഒരു നാടായി ഭാരതം മാറിയിരിക്കുന്നു എന്ന്. എത്ര നെറികെട്ട വാക്കുകളാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. എവിടെയാണ് ശ്രീരാമൻ അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്ന് വിളിക്കാതിരുന്നാൽ കൊന്നിട്ടുള്ള ഒരാളുടെ പേര് പറയാൻ T. പത്മനാഭൻ പറയേണ്ടതാണ്.
കാരണം അത്തരത്തിൽ കുറ്റപ്പെടുത്താൻ ടി പത്മനാഭൻ ശ്രമിച്ചാൽ ആ ടി പത്മനാഭൻ ചെയ്യേണ്ടത് എവിടെയാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നാണ്. രാജ്യത്തിൻ്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ അങ്ങനെ ഒരു വ്യക്തിയെ കൊന്നിട്ടുണ്ട്, ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിലെന്ന് പറയണം. അത് പറയുവാനുള്ള ബാധ്യത ടി പത്മനാഭനുണ്ട്, അത് മറന്നു പോകരുത്. എത്രയോ സാംസ്കാരിക നായകന്മാർ, എത്രയോ സാമൂഹ്യ പ്രവർത്തകർ, എത്രയോ രാഷ്ട്രീയ നേതാക്കൾ, എത്രയോ പലതരത്തിലുള്ള സിനിമാ മേഖലകളിൽ അടക്കമുള്ളവർ എല്ലാവരും ഈ രാമനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ വളരെ സഹിഷ്ണുതയോടുകൂടി അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ടി പത്മനാഭനും എം സ്വരാജനും ഒക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസഹിഷ്ണുത ഉണ്ടാകുന്നത്? അത് പറഞ്ഞു തരുവാൻ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണോ അത് മനസ്സിലാക്കുവാനുള്ള കെൽപ്പ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതല്ലേ? അവർ വിശ്വസിക്കുന്ന, അവർ മനസ്സിലാക്കുന്ന അവരുടെ ദൈവമെന്ന് പറയപ്പെടുന്ന അവരുടെ സങ്കല്പത്തിലിരിക്കുന്ന ശ്രീരാമനെ നിങ്ങൾ പലതായി കാട്ടിക്കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീരാമനെ ഇവിടെ ടി പത്മനാഭൻ വിൽപ്പന ചരക്കാക്കി കണക്കാക്കുന്നു. ശ്രീരാമൻ ഒരിക്കൽ ദൈവമായിരുന്നുവെന്നും അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് തരംതാണ് പോവുകയാണ് എം സ്വരാജിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ. ടി പത്മനാഭനൊക്കെ പലതിനും വേണ്ടി വാതുറക്കാറില്ല. ഇവിടെ വാതുറക്കേണ്ടി വന്ന പല അവസരങ്ങളിലും ഇവരെല്ലാം മൗനികളായിരുന്നു, മൗനി ബാബമാരായിരുന്നു. അന്നൊന്നും തുറക്കാത്ത വായൊക്കെ ഇന്ന് ശ്രീരാമൻ്റെ പേര് പറയുമ്പോൾ തുറന്നു വരുന്നുണ്ടല്ലോ. ആ തുറന്നു വരുന്ന വായകളിലേക്ക് നിങ്ങളൊന്ന് ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ കേരളത്തിലുണ്ടായിട്ടുള്ള പരിഹസിക്കേണ്ട വിഷയങ്ങൾ വരെ വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ മെനക്കെടാത്തവരായിരുന്നു ഇത്തരത്തിലുള്ള സാംസ്കാരിക നായകരെന്ന് മറന്നു പോകരുത്. ടി പത്മനാഭനെപ്പോലുള്ളവർക്ക് പലപ്പോഴും അപകർഷതാബോധം ഉണ്ടാകാം. വലിയ എഴുത്തുകാരനാണ് എന്നുള്ള ഭാവം അദ്ദേഹത്തിനുണ്ട്. അത് ഇല്ല എന്നല്ല, അദ്ദേഹത്തിൽ അങ്ങനെ തന്നെ കാണുകയും ചെയ്യുന്നു. അത്തരത്തിൽ വലിയ എഴുത്തുകാരനായ ടി പത്മനാഭനെ പോലുള്ളവർ രാമനെ വിൽപ്പനച്ചരക്കാക്കി മാറ്റരുത്. എഴുതുന്ന പുസ്തകങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വിറ്റഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വേണമെങ്കിൽ താങ്കളെപ്പോലുള്ള എഴുത്തുകാർക്ക് അത്തരത്തിൽ എഴുത്തെഴുതി കഥകളുണ്ടാക്കി വിൽപ്പനച്ചരക്കാക്കാം. പക്ഷേ ശ്രീരാമനെ അങ്ങനെ ആക്കാതിരിക്കുക. സ്വന്തം ചെയ്തികൾ അത്തരത്തിലായതുകൊണ്ട് തന്നെയാണ് ശ്രീരാമനെ പോലും വിൽപ്പനച്ചരക്കാണ് എന്ന് പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് ടി പത്മനാഭൻ മാറിയത് എന്ന് പറയേണ്ടി വരും. ഇനിയെങ്കിലും ചിന്തിക്കുക. രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് വേണം രാഷ്ട്രത്തോട് സംസാരിക്കുവാൻ. രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് വേണം നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ. എന്ത് അന്തംഗമ്മിയാണെങ്കിലും ശരി, ചില കാര്യങ്ങളിൽ വ്യക്തമായൊരു നിലപാടുണ്ടാവണം. രാമൻ വേണോ രാവണൻ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു രാമക്ഷേത്രം പണിഞ്ഞപ്പോൾ, ആ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ താങ്കൾ അടക്കമുള്ള ഈ സാംസ്കാരിക നായകർ ഗീർവാണം പറയുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് മറ്റുള്ളവരുടെ ദോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പരമോന്നത നീതിപീഠമായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് അത്തരത്തിലൊരു വിധി ഉണ്ടാകുമായിരുന്നു. മതേതരത്വ മുഖം കാണിക്കുവാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് ബാബറി മസ്ജിദ് തകർത്തു എന്ന് പറയപ്പെടുന്നത് പോലെ ആ തകർത്തപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന പള്ളി ഉണ്ടെങ്കിൽ അവർക്കും ഒരു പള്ളി 5 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുവാൻ അതും നൽകുകയാണ് ഇന്ത്യ ഗവൺമെൻറ്. ഒപ്പം തന്നെയാണ് രാമജന്മഭൂമിയായിട്ടുള്ള അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതും. അങ്ങനെ മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താതെ മതേതരത്വ മുഖത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് ടി പത്മനാഭനെ പോലെ, എം സ്വരാജിനെ പോലെ സാംസ്കാരിക രാഷ്ട്രീയ മുഖമുള്ളവർ ഇങ്ങനെ കൊഞ്ഞനം കുത്തികളായി മാറരുത്. സത്യത്തെ നേരിനെ തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ടി പത്മനാഭൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം മനസ്സിലാക്കേണ്ടത്, എവിടെയെങ്കിലും ഒരിടത്ത് ജയ് ശ്രീറാം വിളിച്ചതിൽ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് താങ്കൾ തന്നെ പറയണം. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും വേണം. അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തിനും ഭാരതത്തിനും മനസ്സിലാകണം അങ്ങനെ കൊന്നിട്ടുള്ളത് ആരെയാണ് എന്ന് താങ്കൾ പറയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ താങ്കൾ കാണിക്കുന്നത് ശുദ്ധ നെറികേടാണ് എന്ന് പറയേണ്ടി വരും. ശ്രീരാമൻ്റെ പേരിൽ ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന താങ്കളുടെ ഈ വാദഗതികളെ താങ്കൾ തന്നെ അതിൽ നിന്ന് മാറുന്നു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ സ്വയം സാംസ്കാരിക നായകൻ എന്ന ഖ്യാതി താങ്കൾക്കുള്ളപ്പോൾ സാംസ്കാരികപരമായി നിൽക്കുന്ന പല കാര്യങ്ങളിലും ഒരു സംസ്കാരവുമില്ലാതെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് താങ്കൾ തന്നെ സ്വയം വിലയിരുത്തുക. ഈ സമൂഹത്തിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് സകലതിനോടും പുച്ഛമാണ്, എന്തിനോടും പുച്ഛമാണ്.
അത്തരത്തിലുള്ള പുച്ഛമായ ഒരു രീതിയുണ്ടല്ലോ, അത് ഈ രാമൻ്റെ പേരിൽ വേണ്ട. മറ്റൊന്ന്, രാമൻ്റെ പേര് പറഞ്ഞ് ജയ് ശ്രീറാം വിളിച്ചില്ല എങ്കിൽ കൊല്ലുമെന്ന് പറയപ്പെടുന്ന താങ്കളുടെ വാദഗതിയുണ്ടല്ലോ, അത് താങ്കൾ പിൻവലിക്കേണ്ടി വരും. കാരണം ഈ ഭാരതത്തിൽ ജയ് ശ്രീറാം വിളിക്കാത്തതിൻ്റെ പേരിൽ ഒരാളെയും കൊന്നിട്ടില്ല എന്ന് കൂടി പറയട്ടെ. അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് താങ്കൾ പറയേണ്ടി വരും.